ഹായ് ഗായ്സ്, ഐ എം MS4. രാത്രി തലയില്ലാതെ ഓടുന്ന പ്രേതം. ഏത് ധൈര്യശാലിയും പോകാൻ മടിക്കുന്നൊരു സെമിത്തേരി. ഭയം തീരെയില്ലാത്തവരാണോ നിങ്ങൾ? എന്നാലിതാ അത്ഭുതം സംഭ്രമവും ഒരുപോലെ ജനിപ്പിക്കുന്ന ഒരു കാഴ്ച. നിഗൂഢതകൾ ഏറെ ഒളിച്ചിരിക്കുന്ന ഒരു സെമിത്തേരിയാണ് സ്ഥലം. ലോധിയൻ സെമിത്തേരി. ഡൽഹിയിൽ കാശ്മീരി ഗേറ്റിനോട് ചേർന്നാണ് ലോധിയൻ സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. അല്പം ഭയത്തിൻ്റെ മേമ്പടിയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവരെ കാത്തിരിക്കുകയാണ് ഈ സെമിത്തേരി. വളരെ പഴക്കം ചെന്ന ഇവിടെ വാർത്തകളിൽ നിറയുന്നത് ചില വ്ളോഗർമാരുടെ ലൈവ് സംപ്രേഷണത്തിലൂടെയാണ്. നേരം അർദ്ധരാത്രിയോടടുക്കുമ്പോഴാണ് ഈ സെമിത്തേരിയിൽ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ അരങ്ങേറുന്നത്. നായ്ക്കൾ വലിയ ശബ്ദത്തിൽ ഓരിയിടുകയും മൂങ്ങകൾ മൂളുകയും ചെയ്യുമ്പോൾ തലയില്ലാത്ത ഒരു പുരുഷ ശരീരം സെമിത്തേരിയിലൂടെ നിലവിളിച്ചുകൊണ്ട് ഓടുന്നതായി വ്ളോഗർമാർ വീഡിയോ സഹിതം സാക്ഷ്യപ്പെടുത്തുന്നു. വ്ളോഗർമാർക്ക് പുറകെ വാർത്തയുടെ നിജസ്ഥിതി കൊണ്ടുവരാനായി ലോധിയനിലെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നിരാശയായിരുന്നു ഫലം. നായ്ക്കൾ ഓരിയിടുകയും മൂങ്ങ മൂളുകയും ചെയ്തുവെങ്കിലും തലയില്ലാത്ത ജോൺ നിക്കോളാസിൻ്റെ ആത്മാവിനെ മാത്രം ആരും കണ്ടതുമില്ല, വന്നതുമില്ല. എങ്കിലും പേടിപ്പെടുത്തുന്ന ഈ സംഗതിക്ക് അറിയാനായി ഇവിടെ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ട് മാത്രമേ ഇപ്പോഴും ഉള്ളൂ. കാര്യത്തിൻ്റെ നിജസ്ഥിതി അറിയാൻ എത്തിയവരെ കാത്തിരുന്നത് ബ്രിട്ടീഷ് ജനറലായിരുന്ന ജോൺ നിക്കോളാസിൻ്റെ ഭരണകാലമായിരുന്നു. ഇന്ത്യൻ സൈനികനായിരുന്ന ജോൺ നിക്കോളാസ് ഡൽഹിയിൽ വെച്ച് ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായ ജോൺ അവളെ വിവാഹം ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്നും തൻ്റെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും അനുമതി തേടുകയും ചെയ്തു. എന്നാൽ ജോണിൻ്റെ താല്പര്യം അംഗീകരിക്കാൻ കുടുംബങ്ങൾ തയ്യാറായില്ല. മാത്രമല്ല, മേലുദ്യോഗസ്ഥനും കുടുംബവും ആ ബന്ധത്തിൽ നിന്നും പിന്തിരിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിരാശയായ ജോൺ തൻ്റെ സർവീസ് റിവോൾവറിൽ നിന്നും സ്വയം വെടിയുതിർത്ത് മരണം പോകി. ലോധിയൻ സെമിത്തേരിയിലാണ് ജോൺ നിക്കോളാസിൻ്റെ മൃതദേഹം അടക്കിയത്. തൻ്റെ പ്രേയസിയുടെ പേര് വിളിച്ചുകൊണ്ട് ശവക്കല്ലറയിലൂടെ ഓടുന്ന തലയില്ലാത്ത മനുഷ്യരൂപം ജോൺ നിക്കോളാസിൻ്റെ ആണെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്തുകൊണ്ട് നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ മരണമടഞ്ഞ സൈനികരുടെയും കോളറ പടർന്നു പിടിച്ചപ്പോൾ മരണമടഞ്ഞ ഇംഗ്ലീഷുകാരുടെയും അടക്കം ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അടക്കിയ ഇടമാണ് ലോധിയൻ സെമിത്തേരി. മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടിയപ്പോൾ 1960ഓടെ ഇവിടെ ശവസംസ്കാരം നടത്തുന്നത് സർക്കാർ ഔദ്യോഗികമായി നിർത്തലാക്കി. എത്രയൊന്നും നിശ്ചയമില്ലാത്ത അത്രയും മൃതശരീരങ്ങളാണ് കലാപത്തിലും കോളറ കാലത്തും ഇവിടെ അടക്കം ചെയ്തത്. അക്കാലത്താണ് ആദ്യമായി ജോൺ നിക്കോളാസിൻ്റെ ആത്മാവ് ലോധിയൻ സെമിത്തേരിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ശാന്തി കിട്ടാത്ത ദുരാത്മാവ് തലയില്ലാതെ മനുഷ്യ ഉടലുമായി കല്ലറയിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടന്നുവെന്ന വാർത്ത പരക്കുകയും ആത്മാവ് ഭയത്തോടെ ആളുകൾ സെമിത്തേരിയുടെ പരിസരത്തേക്ക് വരാതിരിക്കുകയും ചെയ്തു തുടങ്ങി. പുരാവസ്തു വകുപ്പിന് കീഴിലാണ് സെമിത്തേരി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ സൗജന്യമായി ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. എത്ര ഭയപ്പെടുത്തുന്നതാണെങ്കിലും പേടിയുള്ളതാണെങ്കിലും ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി തന്നെയല്ലേ. അടുത്ത ടോപ്പിക്കുമായി കാണുമ്പോൾ സൈനിങ് ഓഫ് MS4. ബൈ.